പഠന ചോദ്യോത്തര വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് 5 ചോദ്യം ചോദിക്കാം. 5 ചോദ്യോത്തര വേദിയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് പങ്കുവയ്ക്കുന്നത്. യൂറിക് ആസിഡ് ആണ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. യൂറിക് ആസിഡ് ആണ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏത്? യൂറിക് ആസിഡ്. കൃത്യമായിട്ട് മെമ്മറി കൊണ്ടുവരാവുന്ന. രണ്ടാമത്തെ ചോദ്യം, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? കാൽ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മെമ്മറിയിലേക്ക് പറഞ്ഞാൽ ഓരോരുത്തരുടെയും. കാൽ ലിനേയസ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാസ്കൽ നിയമം ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വമാണ്. പാസ്കൽ നിയമം ആണ് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം. ഇനി 5ാമത്തെ ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം നിങ്ങൾ കമന്റ് ബോക്സിലിട്ട് നിങ്ങൾ ഉത്തരം പറയണമെന്നാണ് നിർദ്ദേശമുള്ളത്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഞാൻ ശിവദാസൻ നന്ദിയാട്ട്. നാളെ നിങ്ങൾ ഈ പറയുന്ന ഉത്തരം, ഞാൻ 24 മണിക്കൂറാണ് നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ നമ്മുടെ ഈ വീഡിയോ ഉണ്ടാവുന്നത്. മറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. 24 മണിക്കൂർ കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ നമ്മുടെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ കഴിയുക. അപ്പൊ യൂട്യൂബ് ചാനലിൽ പരമാവധി പേര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ജനക്ഷേമ സമിതിയും പൗരാവകാശ സംരക്ഷണ സമിതിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സാണ് നടത്തുന്നത്. നിങ്ങളുടെ പരിപൂർണ സഹകരണം പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.